സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളമാകെ പ്രതിഷേധം. സർക്കാരിനെതിരെ പ്രതിഷേധം. സർക്കാരിനെതിരെ പ്രതിഷേധം. കേരളമാകെ പ്രതിഷേധം. കേരളമാകെ പ്രതിഷേധം. ഭിന്നശേഷി വിഷയവും ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അധ്യാപകരുടെ നിയമനങ്ങൾ ഇന്ന് ഗവൺമെൻറ് തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. കഴിഞ്ഞൊരു 6-7 മാസമായി ഈ പറഞ്ഞ പല കാര്യങ്ങൾക്കും ഭിന്നശേഷി വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് എയ്ഡഡ് മാനേജർമാർ എതിരല്ല എന്ന് പറഞ്ഞിട്ടുള്ള നിരവധി നിവേദനങ്ങളും പ്രപ്പോസലുകളും ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ പോസിറ്റീവായിട്ട് പരിഗണിക്കാൻ ഗവൺമെൻറ് ഇന്നുവരെ തയ്യാറായിട്ടില്ല. സെൻട്രൽ ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന സെൻട്രൽ റൂളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഭിന്നശേഷി നിയമനം ഉൾപ്പെടെയുള്ള നിയമനങ്ങളൊക്കെ തന്നെ ഹൊറിസോണ്ടൽ റിസർവേഷനുള്ള കാറ്റഗറിയിൽ വരുന്നതായിട്ടാണ്. ഹൊറിസോണ്ടൽ റിസർവേഷൻ എന്ന് പറയുമ്പോൾ ഒരു റിസർവേഷൻ്റെ പെർസെൻറ്റേജ് എത്രയാവുന്നോ ആ പെർസെൻറ്റേജ് ഫില്ലാകുമ്പോഴാണ് ആ നിയമനം നടത്തുന്നതെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിവിധ ഉത്തരവുകളിലൂടെ, വിവിധ എന്ന് പറയുമ്പോൾ 10-15 ഉത്തരവുകൾ തന്നെ നമുക്ക് എടുത്ത് കാണിക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ഉത്തരവുകളിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇത് ഒരു കാരണവശാലും നടപ്പാക്കരുത് എന്ന് മനഃപൂർവ്വം വിചാരിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു സംവിധാനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പറ്റം ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ എന്ന് തന്നെ പറയാം. എങ്ങനെയൊക്കെ നമ്മളിതിനെ പരിഹരിക്കാം എന്നുള്ള നിവേദനങ്ങൾ കൊടുത്താലും ഇത് എങ്ങനെ പരിഹരിക്കാതിരിക്കാം എന്നുള്ളതിൽ റിസർച്ച് നടത്തിക്കൊണ്ടാണ് അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അധ്യാപക നിയമനങ്ങൾ കഴിഞ്ഞ 3 വർഷമായി 2021 തൊട്ട് ഇന്ന് വരെയുള്ള അധ്യാപക നിയമനങ്ങളൊക്കെ തന്നെ ദിവസവേതന അടിസ്ഥാനത്തിലെന്നുള്ള നിലയിൽ, അതായത് ശരിക്കും കൂലിപ്പണിക്കാരായിട്ടാണ് നമ്മുടെ പാവങ്ങളായ അധ്യാപകർ ഇപ്പം പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലും സമയത്ത് ശമ്പളം കൊടുക്കാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലിപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അപ്പം 100% സാക്ഷരത കേരളത്തിൽ ഉണ്ടാകണം എന്ന് ശഠിക്കുമ്പോഴും അങ്ങനെയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കുമ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യ അഭ്യസിപ്പിച്ചു കൊടുക്കാനായിട്ട് വന്നിരിക്കുന്ന ഈ അധ്യാപകർ പലപ്പോഴും പട്ടിണിയിലാണ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് വളരെ ദുഃഖമുണ്ട്. അപ്പോൾ അവരുടെ ഈ കാര്യങ്ങൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ കേസുകൾ ഉൾപ്പെടെ കോടതിയിൽ നടന്നു വരുന്നു. എന്നിരുന്നാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നടപ്പാക്കത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ നടപ്പാക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളിന്ന് ഈ ഒരു ധർണ്ണ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് വളരെ ഇതായി പരിഗണിക്കാവുന്ന കാര്യമെന്ന് പറയുന്നത് ഭിന്നശേഷി റൂൾസ് 2017 അതിലെ ചാപ്റ്റർ 5 പാരഗ്രാഫ് 11-4 വളരെ സ്പെസിഫിക് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഹൊറിസോണ്ടൽ റിസർവേഷൻ ആണെന്ന്. ഈ ഒറ്റ കാര്യം മതി
ഈ ഒരൊറ്റ കാര്യം പരിഗണിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഭിന്നശേഷി നിയമനങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ കേരളത്തിലെ അഭ്യസ്തവിദ്യരായ ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാ ഭിന്നശേഷിക്കാരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന കാര്യം മാത്രമാണ് ഭിന്നശേഷി സംവരണം എന്ന് പറയുന്നത്. അധികാരികൾ ഇതിന് മുന്നിൽ കണ്ണു തുറക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. താങ്ക് യു. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റാണ്. ചന്ദ്രമോഹൻ എന്നാണ് എൻ്റെ പേര്. KPSMA ഏതാണ്ട് കുറേ കാലം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന കുറേ ദുരന്തങ്ങളുണ്ട്. ഈ അധ്യാപകരുടെ നിയമനവും മറ്റ് എല്ലാം പ്രമാണിച്ച് മാനേജർമാർ വലിയൊരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് ഉടനീളമുള്ള എയ്ഡഡ് സ്കൂളുകൾക്ക് വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ KPSMAയുടെ നേതൃത്വത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ സെക്രട്ടേറിയറ്റിൻ്റെ വാതിക്കൽ ധർണയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ധർണയിൽ ആലപ്പുഴ ജില്ലയെ പ്രതിനിധീകരിച്ച് ഒട്ടനവധി അധ്യാപകരും ഒട്ടനവധി മാനേജർമാരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് എല്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭീഷണിയെപ്പറ്റി അത് ഒരു വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എന്തെങ്കിലും സർക്കാർ മുൻകൈയെടുത്ത് ചെയ്തില്ലെങ്കിൽ ഈ എയ്ഡഡ് മേഖല തകർന്ന് തരിപ്പണമാകുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. അതിനൊരു പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിവിടെ ധർണ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ധർണയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ എയ്ഡഡ് സ്കൂൾ മേഖലയിലും പൊതുവെ വിദ്യാഭ്യാസ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഭിന്നശേഷി സംവരണം എന്ന് പറയുന്നത്. അത് നടപ്പാക്കാൻ നമ്മൾ അധ്യാപകരെയും നമ്മുടെ മാനേജ്മെൻറ്റും ചേർന്ന് പലതവണ സർക്കാരിനോട് നിർദ്ദേശങ്ങളും പല തരത്തിലുള്ള അപേക്ഷകളും നൽകിയിട്ടും അതൊന്നും അവർ കണക്കാക്കിയില്ലെന്ന് മാത്രമല്ല അത് നീട്ടിക്കൊണ്ടു പോകാനുള്ള പരിപാടികളാണ്. ഈ അവസാന നിമിഷം, അതായത് ഇലക്ഷൻ വരാൻ നമുക്കിനി മാസങ്ങളേ ഉള്ളൂ. എന്നിട്ട് പോലും സാധാരണഗതിയിൽ ഒരു ഇലക്ഷൻ വരുന്നതിന് മുമ്പ് അല്പമെങ്കിലും അനുകൂലമായ നടപടികൾ ഉണ്ടാകുന്നതാണ് സർക്കാരിൻ്റെ ഭാഗത്ത്. പക്ഷേ ഇപ്രാവശ്യം അതുപോലും ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേസിന് പോകുമ്പോൾ അത് നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അതിനെതിരെ ഇന്ന് 11-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നമ്മൾ ധർണ നടത്തുകയാണ്. നമുക്ക് പറയാനുള്ളത്, നമ്മൾ നാട്ടിനും അല്ലെങ്കിൽ നാട്ടുകാർക്കും എതിരല്ല, നമ്മൾ ഇത് നടത്തിക്കൊണ്ട് അവർക്ക് ഭിന്നശേഷി സംവരണം നടപ്പാക്കിക്കൊണ്ട് അധ്യാപകർക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ കിട്ടുക, അവരുടെ ജീവിതവും സുഗമമായി മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നത്. അതിന് എല്ലാവരുടെയും പരിശ്രമവും അനുഗ്രഹങ്ങളും ഉണ്ടാവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.
അധ്യാപകരുടെ നിയമനങ്ങൾ തടഞ്ഞു വയ്ക്കും